ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഫെബ്രുവരി 24 നാടിനെ നടുക്കിയ നമ്മുടെ അഫാൻ്റെ കൂട്ടക്കൊല കേസിൻ്റെ ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ടിലോട്ട് നമുക്കൊന്ന് പോയി വരാം. അപ്പോൾ ഏകദേശം ഫെബ്രുവരി 24 നമ്മുടെ നാടിനെ നടുക്കിയ ഒരു അതീവമായ ഒരു ഭയങ്കരമായ ഒരു കൂട്ടക്കൊല തന്നെയായിരുന്നു അത്. അപ്പോൾ തെളിവെടുപ്പിനായിട്ട് അഫാനെ ഇപ്പോൾ സ്വന്തം വീട്ടിലും പേങ്ങോട് മുത്തശ്ശിയുടെ വീട്ടിലുമായിട്ട് തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ഈ 5 പേരെ കൊലപ്പെടുത്തുകയും ഉമ്മാനെ ആക്രമിക്കുകയും ചെയ്ത ഈ ചുറ്റിക വാങ്ങിയ ആ കടയിലും പോയി തെളിവെടുപ്പ് നടത്തി. ഒപ്പം സ്വന്തം പേങ്ങോട് മുത്തശ്ശിയായ സൽമാ ബീവിയുടെ കയ്യിൽ നിന്ന് മേടിച്ച സ്വർണം പണയം വെച്ച സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പോയി അവിടെയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. അപ്പോൾ സ്വന്തം വീട്ടിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ യാതൊരുവിധ ഭാവഭേദങ്ങളും ഇല്ലാണ്ട്, ഒരു മുഖഭാവത്തിനൊരു മാറ്റം പോലും ഇല്ലാണ്ട് അതിക്രൂരമായ ഈ കൊലപ്പെടുത്തൽ അഫാൻ അവിടെ പറഞ്ഞത് കേട്ടിട്ട് പോലീസുകാർക്ക് പോലും അവരുടെ ഉള്ളിലൊരു പിടച്ചിലായിരുന്നു. ആ ഒരു സിറ്റുവേഷനാണ് ഫെബ്രുവരി 24 രാവിലെ 10 മണിക്ക് സ്വന്തം ഉമ്മയോടൊപ്പം ഇരുന്ന് സെറ്റിയിലിരുന്ന് അവർ സംസാരിക്കുകയാണ്. ഉമ്മ, നമ്മുടെ ഇത്രയും ഉള്ള ഈ കടം നമ്മളിങ്ങനെ പോയാൽ നമുക്ക് പറ്റില്ല, നമുക്ക് ആത്മഹത്യ അല്ലാണ്ട് വേറൊരു വഴിയില്ല എന്ന് പറയുമ്പോൾ ഉമ്മ ആത്മഹത്യയ്ക്ക് താൻ തയ്യാറല്ല എന്നും ഉമ്മ അതിനെ എതിർക്കുകയും ചെയ്തു. ആ സമയം തന്നെ അഫാൻ ചെയ്തത് ഉമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന ഷോൾ എടുക്കുകയും ആ ഷോള് ഉമ്മയുടെ കഴുത്തിൽ ചുറ്റി വലിഞ്ഞു മുറുക്കുകയും ചെയ്തു. ആ സമയം സ്വന്തം ഉമ്മ നിലത്ത് വീഴുകയും അതോടൊപ്പം അഫാനും അതിനൊപ്പം വീണ് അവിടെ ഇട്ട് കഴുത്ത് ഞെരിക്കുകയും എന്നിട്ട് നേരെ റൂമിലോട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും വളരെ ശക്തമായിട്ട് ആ തല നിലത്തിടിക്കുകയും ചെയ്തു. അത്ര ക്രൂരമായിട്ടാണ് ആ സ്വന്തം ഉമ്മയോട് ബ്ലഡ് ആവശ്യത്തിലേറെ പോയി തൻ്റെ ഉമ്മ മരണപ്പെട്ടു എന്ന് ബോധ്യമായതോടുകൂടി ആ റൂം അവൻ ക്ലോസ് ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് പേങ്ങോട് സൽമാ ബീവിയുടെ അടുത്താണ്. എൻ്റെ ഉമ്മ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചൊല്ലുകയും കയ്യിൽ കരുതിയിരുന്ന ആ ചുറ്റുക ഉപയോഗിച്ച് ആ 88 വയസ്സായ സൽമാ ബീവിയുടെ തലയ്ക്ക് അടിച്ച് 1, 2, എത്രയോ പ്രാവശ്യം തലയ്ക്കടിച്ച് അതിക്രൂരമായിട്ട് ആ സൽമാ ബീവിയും കൊലപ്പെടുത്തി. അതിനുശേഷം പിന്നെ ചെയ്യുന്നത് നേരെ പിതൃ സഹോദരൻ്റെ വീട്ടിലോട്ട് ലത്തീഫിൻ്റെ വീട്ടിൽ പോവുകയും അവിടെ അവർ തമ്മിലൊരു വാക്ക് തർക്കം നടക്കുകയും ലത്തീഫിനെ ചുറ്റിക കൊണ്ട് അടിക്കുകയും ഇതൊക്കെയായിട്ട് അടുക്കളയിൽ നിന്ന് വന്ന താൻ അഫാൻ ഒരിക്കലും കൊല്ലണമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് ലത്തീഫിൻ്റെ ഭാര്യ. ലത്തീഫിൻ്റെ ഭാര്യ വരികയും തടയുകയും ചെയ്തു. ആ സമയത്ത് ലത്തീഫിൻ്റെ ഭാര്യയെയും ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ച് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ 3 കൊലപാതകങ്ങളും ചെയ്തതിന് ശേഷം അഫാൻ നേരെ ചെയ്തത് സ്വന്തം കാമുകിയായ സ്വന്തം പെൺ സുഹൃത്തിനെ വിളിച്ചു വരുത്തുകയും നീ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ ഉമ്മയുടെ അടുത്ത് വരണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവൻ ബൈക്കിൽ കയറ്റി കൊണ്ടുവന്ന് സ്വന്തം വീട്ടിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിക്കിടക്കുകയും അങ്ങനെ അവർ രണ്ടുപേരും മതിൽ ചാടി അകത്തോട്ട് കയറി മേളിലത്തെ റൂമിലോട്ട് അവളെ കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് എൻ്റെ ഉമ്മ ഉമ്മ മരണപ്പെട്ടു എന്നുള്ള കാര്യം, അതിക്രൂരമായി ചെയ്ത കാര്യം അവളോട് പറയുകയും തുടർന്ന് ബാക്കി 3 പേരെയും കൊലപ്പെടുത്തിയ കാര്യം പറയുകയും ചെയ്തു. ഇത് കേട്ട് പൊട്ടിത്തെറിച്ച ആ കുട്ടി 2 കൈയും ഉപയോഗിച്ച് തൻ്റെ ചെവിയും മുഖവും പൊത്തിപ്പിടിച്ച് ഒരു കസേരയിൽ ഇരിക്കുകയും ആ ഇരുന്ന സമയത്ത് നിൻ്റെ പുറകെ ഞാനും എൻ്റെ അനിയനും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് ആ ചുറ്റുക ഉപയോഗിച്ച് നെറ്റിയിൽ തന്നെ വളരെ ശക്തമായിട്ട് ആഞ്ഞടിക്കുകയും ആ ഫസ്റ്റ് അടിച്ച അടിയിൽ തന്നെ അഫാൻ പറയുന്നത് അവൾ മരണപ്പെട്ടു എന്നാണ്, ഫസാന മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ടും വീണ്ടും തലയ്ക്ക് ചുറ്റും അതിക്രൂരമായിട്ട് ഇത്രയും നാൾ താൻ സ്നേഹിച്ച അല്ലെങ്കിൽ പല സഹായങ്ങൾ ചെയ്തു തന്ന ആ ഒരു ഫസാന എന്ന് പറയുന്ന ആ കുട്ടിയെ അതിക്രൂരമായിട്ട് അവൻ കൊലപ്പെടുത്തി. ഈ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുഴിമന്തി മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ട തൻ്റെ സ്വന്തം പൊന്നനുജൻ തിരിച്ചു വരികയും ആ സമയത്ത് അവനെ കൊലപ്പെടുത്താനുള്ള ശ്രമം അവൻ തുടരുകയാണ്. അതിനുവേണ്ടി മറ്റുള്ളവർ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി ഹോളിലെ TV യുടെ വോളിയം കൂട്ടി വയ്ക്കുകയും അതിനുശേഷം അവൻ
അവനോട് പറയുകയാണ്, നമ്മുടെ ഉമ്മ പോയിടാ, നമുക്കും പോകാമെന്ന്. ഇക്ക എന്നത് വാ തുറന്ന് വിളിക്കുന്നതിന് മുന്നേ തന്നെ ആ കുട്ടിയുടെ നെറ്റിയിലും കണ്ണിലുമായിട്ട് അവൻ ആ ചുറ്റിക കൊണ്ട് ശക്തമായിട്ട് അടിച്ചു. നിലത്ത് വീണ് അവൻ്റെ കാലിൽ ഇക്ക എന്ന് പിടിച്ചുകൊണ്ട് വീണ്ടും ഇക്ക ഇക്ക എന്ന് വിളിക്കുന്നു. പക്ഷേ ഇത്രയും കൊലപാതകങ്ങൾ അഫാൻ ചെയ്തു എങ്കിലും സ്വന്തം അനുജനെ കൊലപ്പെടുത്തുന്ന സമയത്ത് അവനൊന്ന് വിറച്ചു പോയി എന്നാണ് അവൻ പോലീസിനോട് പറയുന്നത്. ഈ സമയം അതിനകം അപ്പോൾ ആ ഒരു അടി 2-3 നെറ്റിക്കും കണ്ണിലുമായിട്ട് ആഞ്ഞടിച്ച അടിയിൽ തന്നെ ആ കുഞ്ഞു കുരുന്ന് അവിടെ മരണപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ടും അതിൻ്റെ തലയ്ക്ക് ചുറ്റും ആഞ്ഞ് അടിക്കുകയും ഈ സമയത്ത് മുറിയിൽ കിടന്ന ഉമ്മയുടെ ഒരു ചെറിയ മുരൾച്ച പോലെ ഒച്ച കേട്ട് അഫാൻ ചെന്ന് നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ തുറന്ന് ഉമ്മ അനങ്ങുന്നുണ്ട്. ശക്തമായിട്ട് തലയിൽ വീണ്ടും ചുറ്റിക കൊണ്ട് അടിച്ച് ബ്ലഡ് വാർന്നൊഴുകുന്ന രീതിയിൽ ബ്ലഡ് പോകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഉമ്മയുടെ കണ്ണ് എന്നിട്ടും അടയാത്തത് കൊണ്ട് ശക്തമായിട്ട് അവൻ കണ്ണ് അമർത്തി അടച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും കൊല ചെയ്ത ശേഷം നേരെ വെളിയിൽ വന്ന് എൻ്റെ സ്വന്തം കുഞ്ഞനുജൻ ആ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന സ്ഥലത്ത് ഇരുന്ന് അവൻ കുറേയേറെ കരഞ്ഞുവെന്ന്. കരഞ്ഞതിന് ശേഷം അവൻ ആ ഡ്രസ്സ് എല്ലാം ഒന്ന് മാറി, ബ്ലഡ് ആയ ഡ്രസ്സാണല്ലോ, അതെല്ലാം ഒന്ന് മാറിയതിന് ശേഷം അവൻ്റെ കൈവശം ഉണ്ടായിരുന്ന എലിവശം ഒരു ശീതളപാനീയത്തിൽ കലക്കുകയും അത് കലക്കി കുടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. ബൈക്ക് എടുത്ത് പോകാൻ നോക്കിയപ്പോൾ ബൈക്ക് സ്റ്റാർട്ടായില്ല, പകരം ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് അഫാൻ പോലീസിനോട് തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത്. പക്ഷേ സാമ്പത്തിക ബാധ്യതയാണ് തന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്നാണ് അഫാൻ പറയുന്നത്. കാര്യം തൻ്റെ വാപ്പാക്ക് ഈ ഒരു കടം ഉള്ളതായിട്ട് അറിയില്ല. ഉമ്മയും താനും തൻ്റെ ആർഭാടപരമായ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും മറ്റുമായിട്ട് അവർ വരുത്തി വെച്ച കടം എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞിരുന്നാലും ഒരുപാട് പേരുടെ പാവം ആ കുഞ്ഞ് പോലും അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി പോലും അതിക്രൂരമായി കൊല്ലപ്പെട്ട ആ ഒരു അവസ്ഥ വളരെ ഒരു ഇത് തന്നെയാണ്. ഏതൊരു മനസാക്ഷിയുള്ള ഒരാൾക്കും ആ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞ് ഇക്ക ഇക്ക എന്ന് പറഞ്ഞ ആ കാലിൽ വീണ് പിടിച്ച് കരയുമ്പോൾ, ഇത്രയും കൊല ചെയ്യുന്ന ആ അതിക്രൂരമായ അതിൻ്റെ നെറ്റിയിൽ അടിച്ചു കൊലപ്പെടുത്തുമ്പോൾ ഏതൊരു മനസാക്ഷിയുള്ള മനുഷ്യൻ്റെ മനസ്സും ഒന്ന് ഉലഞ്ഞു പോവുകയാണ്. നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇവന് മാനസികമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും അഫാന് ഡോക്ടർമാർ നോക്കിയിട്ട് പറയുന്നില്ല. അതുകൂടാണ്ട് തന്നെ ശാരീരികമായിട്ടും യാതൊരു പ്രശ്നങ്ങളും അഫാന് കാണപ്പെടുന്നില്ല. വളരെ കൂളായിട്ട് തന്നെയാണ് അഫാൻ ഓരോ കേസുകളും പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിന് കൂടാണ്ട് വാപ്പ അബ്ദുൾ റഹീം പറയുന്നത് ഇങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യത ഉള്ളതായിട്ട് അയാൾ ഇന്നുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മീറ്റർ പലിശക്കാർക്ക് 10,000 രൂപയിൽ കൂടുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പലിശപ്പണം മാത്രം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു തൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നതെന്നും, ഒന്നുകിൽ ഒരു കൂട്ട കൊലപാതകം അല്ലെങ്കിൽ ഒരു കൂട്ട ആത്മഹത്യ. അപ്പോൾ ഇതിന് ഉമ്മയും അനുജനും ഒരിക്കലും തയ്യാറാവില്ല എന്നവൻ അറിയാമായിരുന്നത് കൊണ്ടാകാം അവൻ ഈ ഒരു രീതി പിന്തുടരുന്നത്. എന്തായാലും അതിക്രൂരമായ ഒരു രീതിയായിപ്പോയി. ഇതിനിടയിൽ സ്വന്തം കാമുകിയെ ഫസാനയെ കൂട്ടിക്കൊണ്ട് ബൈക്കിൽ കൊണ്ടുവരുന്ന സമയത്തും അഫാൻ സഫാനയോട് ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ ബൈക്ക് ഇടിച്ച് മരണപ്പെടുകയാണെങ്കിൽ നീ എന്തു ചെയ്യുമെന്ന്. ആ സ്നേഹത്തോടുള്ള ആ കുട്ടി അന്നേരം പറഞ്ഞു, ഞാനും ഇതോടൊപ്പം മരിക്കുമെന്ന്. ആ കുട്ടിയെ സ്നേഹം കൊണ്ട് അവനോട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കാരണങ്ങൾ കൊണ്ടെല്ലാം എന്തായാലും ഇത്രയും ക്രൂരമായ നമ്മുടെ നാടിനെ നടുക്കിയ, നമ്മുടെ മനസ്സുലപ്പിച്ച ഇത്രയും ക്രൂരമായ ഒരു കേസ് വെഞ്ഞാറമ്മൂട് നടന്നു. ഇനി ലത്തീഫിൻ്റെയും ഭാര്യയുടെയും തെളിവെടുപ്പിനായി കോടതിയിൽ ഹാജരാക്കിയിട്ട് പിന്നീട് വീണ്ടും പോലീസിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ട. എന്തൊക്കെ പറഞ്ഞിരുന്നാലും 24 വയസ്സ് മാത്രം പ്രായമുള്ള ഈ അഫാൻ എന്ന് പറയുന്ന ഈ കൊലപാതകിക്ക് വളരെ ശക്തമായ രീതിയിലുള്ള ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ എന്തായാലും തെളിവെടുപ്പുകളെല്ലാം കഴിഞ്ഞ് കോടതി വിധി വളരെ ശക്തമായ ഒരു ശിക്ഷ തന്നെ വിധിക്കും എന്ന് നമുക്ക് കരുതാം. കാര്യം ഇത്രയും കൊടും ക്രൂരത ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ഈ ഒരു വരും തലമുറകളെ വരുന്ന ഈ തരം ചെറുപ്പക്കാർ ലഹരിയുടെ പേരിലാണെങ്കിലും ശരി, മാനസികമായ പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും ഇതുപോലെയുള്ള കൊടും ക്രൂരതകൾ ഇനി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിർത്തുന്നു. നമസ്കാരം.